ഹലോ ഫ്രണ്ട്സ്, വെൽക്കം once again to Automask മലയാളം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ബജാജ് ഡോമിനർ 250 BS6 മോഡലാണ്. വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഓവർവ്യൂ നോക്കാം. ബജാജ് ഡോമിനർ 400 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 250 വരുന്ന പ്രധാനമായ ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൻലി എഞ്ചിൻ തന്നെയാണ്. 400cc എഞ്ചിനിൽ നിന്നും 250cc KTM എഞ്ചിനാണ് ഡോമിനർ 250 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് കർബ് വെയിറ്റിൽ 4 കിലോഗ്രാമിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. 4 kg ഡോമിനർ 400 കുറച്ചുകൂടി ഹെവിയാണ്. 250 വരുമ്പോഴത്തേക്കും ആ ഒരു 4 kg ഡിഫറൻസ് കർബ് വെയിറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. പിന്നെ മെയിൻ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് റിയർ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ടയർ പ്രൊഫൈലിൽ നല്ല രീതിയിൽ സൈസ് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഡോമിനർ 400 വരുന്ന ഒരു ചങ്കി ടയർ ഒന്നുമല്ല 250 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലോയ് വീലിൻ്റെ ഡിസൈനിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ ഡോമിനർ 400ൻ്റെ അലോയ് വീൽ നോക്കുമ്പോഴത്തേക്കും അറിയാം അത്യാവശ്യം ക്രോം ഫിനിഷിങ്ങോട് കൂടിയായിരിക്കും അതിൻ്റെ ഒരു അലോയ് വീൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ 250യുടെ അലോയ് വീൽ വരുമ്പോഴത്തേക്കും ഫുള്ളി മാറ്റ് ബ്ലാക്ക് ഫിനിഷ്ഡായിരിക്കും. ആ ഒരു ക്രോമിൻ്റെ ആ ഒരു ഇതൊന്നും തന്നെ വരുന്നില്ല. മാത്രമല്ല ടയർ പ്രൊഫൈലും ചെറുതാണ്. ഇത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ്. കുറച്ചുകൂടി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് 400 ഡോമിനോറിൽ വരുമ്പോഴത്തേക്കും സ്വിംഗ് ആംസ് എല്ലാം തന്നെ അലുമിനിയം സ്വിംഗ് ആംസ് ആണ്. പക്ഷേ ഡോമിനർ 250 വരുമ്പോഴത്തേക്കും ഇത് ബോക്സ് ടൈപ്പ് റെഗുലർ സ്വിംഗ് ആമായി മാറുന്നുണ്ട്. ഒരുപക്ഷെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്രയും ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചേഞ്ചസ് അല്ലാതെ ഓവറോൾ ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വെഹിക്കിളിനെ ഡോമിനർ 400 ആണോ ഡോമിനർ 250 ആണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. വെഹിക്കിളിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പോലും വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഡോമിനർ 250 അതുപോലെ തന്നെ ഡോമിനർ 400ഉം ബജാജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ബജാജിൽ നിന്ന് വന്നിട്ടുള്ള റെഗുലർ വെഹിക്കിൾസിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റങ്ങളോടുകൂടി വന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഡോമിനർ 250യും ഡോമിനർ 400ഉം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തില്ല. ഈവൻ ബോഡി പാനൽസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ബോഡിയാണ് ഡോമിനർ 250യിലും അതുപോലെ തന്നെ ഡോമിനർ 400ലും കൊണ്ടുവന്നിട്ടുള്ളത്. സ്വിച്ചസിൻ്റെ ക്വാളിറ്റി നോക്കിയാലും അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് സ്വിച്ചസ് എല്ലാം തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒത്ത ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് എന്തുകൊണ്ടും ഡോമിനർ ഫാമിലി എന്ന് പറയുന്നത്. 248cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ DOHC 4 വാൽവ് എഞ്ചിനാണ് ഡോമിനർ 250യിൽ ബജാജ് കൊടുത്തിട്ടുള്ളത്. KTM ഡ്യൂക്ക് 250യിൽ വന്നിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ട്വിൻ സ്പാർക്ക് ടെക്നോളജിയോട് കൂടിയാണ് ഡോമിനർ 250 എഞ്ചിൻ വന്നിട്ടുള്ളത്. ഡോമിനർ 250യുടെ പവർ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 26.6 bhp ആണ് ഇതിൻ്റെ മാക്സിമം പവർ. അതുപോലെ തന്നെ 23.5 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ക്ലബ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വെഹിക്കിൾ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രവുമല്ല സ്ലിപ്പർ ക്ലച്ച് കൂടി ഈ ഒരു ഗിയർ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോമിനർ 250യുടെ റൈഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൈഡിങ് എക്സ്പീരിയൻസിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നെഗറ്റിവിറ്റിയെ പറ്റി പറയുന്നൊരു കാര്യമാണ് ഫ്യൂൽ ടാങ്കിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. പക്ഷേ ഒട്ടും തന്നെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. എല്ലാ റിവ്യൂസിലും എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ പോകുന്നു, ആ മീറ്ററിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കത് ഒട്ടും സേഫ് അല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്യൂൽ ടാങ്കിലുള്ള മീറ്റർ പോയിട്ട് സ്പീഡോ മീറ്റർ പോലും നേരെ നോക്കാറില്ല ആൾക്കാർ. കണ്ടിന്യൂസ് 24 മണിക്കൂർ സ്പീഡോ മീറ്റർ നോക്കി ആരും തന്നെ ഓടിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് കോൺസെൻട്രേഷൻ പോകുന്നു എന്ന് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കമൻറ്റിനെ നിങ്ങൾ ഒട്ടും തന്നെ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഫ്യൂൽ ടാങ്കിൽ മീറ്റർ വന്നിട്ടുണ്ട്, അതിനൊരു സ്റ്റൈൽ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം അത്യാവശ്യം ചെറിയ ഡേറ്റാസ് മാത്രമേ ആ ഒരു മീറ്ററിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീറ്റർ നോക്കി ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതൊട്ടും തന്നെ ഡ്രൈവിംഗ് കോൺഫിഡൻസിനെയോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനെയോ ഒന്നും തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. രണ്ടാമത് എനിക്ക് തോന്നിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വൈബ്രേഷൻ ഇഷ്യൂ ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വെഹിക്കിൾ എടുത്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ ഫീൽ ചെയ്തിരുന്നു. ഹാൻഡിലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിലും എല്ലാം തന്നെ ഫുഡ് പെക്സിലും ഒക്കെ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് ഞാൻ ഓടിച്ചതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്. കാരണം ഇതൊരു ഹൈ സ്പീഡ് എഞ്ചിനാണ്. സോ ഒരു പർട്ടിക്കുലർ RPM കയറി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു വണ്ടി ഓടിച്ചാൽ മാത്രമേ അതിൻ്റെ എഞ്ചിൻ കറക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ മിനിമം ഒരു 3000 ആൻഡ് എബോവ് RPM കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ആ ഒരു രീതിയിൽ ഓടിക്കാത്തവർക്ക് മാത്രമേ വൈബ്രേഷൻ എന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നത്തുള്ളൂ. അത് തികച്ചും നമ്മൾ ഓടിക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കുന്നു. കാരണം രണ്ടാമത് അങ്ങനെ അല്ലാതെ ഒരു 4000 RPMന് എബോവ് ഓടിച്ചപ്പോഴത്തേക്കും വൈബ്രേഷൻ ഒന്നും തന്നെ ഈ ഒരു വെഹിക്കിളിനില്ല. സോ 2 നെഗറ്റീവ്സാണ്. ഈ 2 നെഗറ്റീവ്സും തന്നെ നെഗറ്റീവ് അല്ല എന്നുള്ളത് തെളിഞ്ഞു. അത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഫീൽ ചെയ്യും തീർച്ചയാണ്. ഇനി നമുക്ക് ജെന്യുവിൻ റിവ്യൂയിലോട്ട് കിടക്കാം.
ആദ്യമേ തന്നെ പറയുന്നു, ഒരുപാട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിവ്യൂ ഒന്നും തന്നെ ഇല്ല. ഒരു കോമൺ മാൻ ഈ ഒരു വെഹിക്കിൾ എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് മാത്രമേ ഈ ഒരു റിവ്യൂവിൽ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിവ്യൂ ഹൈലി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിവ്യൂ ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അതിൻ്റെ പേരിൽ ഇനി നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും തന്നെ ഇടരുത്. ഓക്കെ, നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. വെഹിക്കിൾ ഓടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യം വണ്ടിയുടെ സീറ്റിംഗ് ആണ് കേട്ടോ. ഡോമിനർ 400ൻ്റെ പോലും സീറ്റിങ്ങിനെ പറ്റി നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എല്ലാ റിവ്യൂസിലും എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. സെയിം ഫീൽ തന്നെയാണ് ഡോമിനർ 250ക്കും നൽകിയിട്ടുള്ളത്. സീറ്റിംഗ് വളരെ കംഫർട്ടബിൾ ആണ്. നല്ല വൈഡർ ഡ്രൈവിംഗ് സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈഡറിന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും. അതിന് കണക്കാക്കിയിട്ടാണ് ഫുഡ് പാക്സിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ആ ഒരു സ്ട്രെയിറ്റ് റൈഡിംഗ് പോസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഒരു 300-400 കിലോമീറ്ററൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ആ കാര്യത്തിൽ വരത്തില്ല. സീറ്റിംഗ് കൊണ്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കറക്റ്റ് ഒരു സീറ്റിംഗ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വൈഡർ ഹാൻഡിൽ ബാറാണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് കറക്റ്റ് ഒരു സീറ്റിംഗ് പൊസിഷനിങ് കിട്ടുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഫ്യൂൽ ടാങ്ക് ആണെങ്കിൽ പോലും കാല് നമുക്ക് കറക്റ്റായിട്ട് വെക്കുന്നതിന് കണക്കാക്കിയ ഒരു ഡിസൈനിലാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എനിവേ, റൈഡർ സീറ്റിംഗ് പോസ്ചർ എന്ന് പറയുന്നത് 100% കംഫർട്ടബിൾ പോസ്ചറാണ്. നമുക്ക് ഒട്ടും തന്നെ നെഗറ്റീവായിട്ട് അതിനെപ്പറ്റി പറയാനായിട്ടില്ല. അതിപ്പോൾ 250 ആണെങ്കിലും 400 ആണെങ്കിലും സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ 100% കംഫർട്ട് തരുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഡോമിനർ. ഒട്ടും തന്നെ അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു നെഗറ്റിവിറ്റി പറയാനുണ്ട് കേട്ടോ. റിയർ സീറ്റിൻ്റെ കാര്യത്തിലാണ്. റിയർ സീറ്റ് അത്ര ഒരു കംഫർട്ടബിൾ സീറ്റ്സ് അല്ല. വിഡ്ത്ത് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ് ഡ്രൈവ് പോകുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ബാക്ക് പെയിനും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഹൈവേ കണ്ടിന്യൂസ് ഡ്രൈവിംഗ് പോകുന്ന സമയത്ത് റിയർ സീറ്റ് പില്യണറിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കംഫർട്ടബിൾ സീറ്റ്സ് അല്ല. അത് ഉപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈഡറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സീറ്റ്സാണ്. ഹൈവേ റൈഡ് ആണെങ്കിലും ഈവൻ സിറ്റി ഡ്രൈവ് ആണെങ്കിലും. പക്ഷേ റിയർ സീറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സിറ്റി ഡ്രൈവിനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഹൈവേ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു റിക്കമെൻഡഡ് അല്ല. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലച്ച് ഫീലാണ് കേട്ടോ. സ്മൂത്ത് ക്ലച്ചാണ് ഡോമിനർ 250ക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾ പൾസർ 150 ആണ്. അതിന് ക്ലച്ച് ഫീൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല ഹാർഡ് ക്ലച്ചാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിറ്റി ഡ്രൈവിങ്ങിൽ പോകുന്ന സമയത്ത് ഹെവി ട്രാഫിക്കൊക്കെ ആണെങ്കിൽ ക്ലച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കൈക്ക് നല്ല രീതിയിൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫീൽ എന്തായാലും ഡോമിനർ 250ക്ക് ഇല്ല കേട്ടോ. അത് 100% ഷുവറായ കാര്യമാണ്. കാരണം വളരെ സ്മൂത്താണ് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും. ടോട്ടൽ 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹൈവേ ക്രൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് ഡൗൺ ഷിഫ്റ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് സ്മൂത്തായിട്ട് അത് ഷിഫ്റ്റ് ചെയ്യാം. ഒട്ടും തന്നെ വീൽ ലോക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. കംഫർട്ടബിളായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ആ ഒരു സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ ക്ലച്ച് യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഗിയർ ബോക്സിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കംഫർട്ടബിൾ ഡ്രൈവ് തരുന്നതിന് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അടുത്ത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പാണ് കേട്ടോ. ഒരുപാട് റിവ്യൂസിൽ പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സൈഡും പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്, ഇതിന് കുറച്ച് നെഗറ്റീവ് സൈഡുണ്ട്. നമ്മൾ വളരെ ഇറഗുലർ റോഡ്സിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇടി കിട്ടാറുണ്ട് ബാക്കിൽ. പക്ഷേ ഹൈവേ ഡ്രൈവോ സിറ്റി ഡ്രൈവോ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ ഒട്ടും തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നത്തില്ല. ഒരു മോഡറേറ്റ് സസ്പെൻഷൻ സെറ്റപ്പാണ് ഡോമിനർ 250ക്ക് നൽകിയിട്ടുള്ളത്. തീരെ സ്മൂത്തും അല്ല, എന്നാൽ തീരെ ഹാർഡും അല്ല. പക്ഷേ ഇത് നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് സസ്പെൻഷൻ തന്നെയാണ്. അതിൽ യാതൊരുവിധ കമൻറ്റും നമുക്ക് പറയാനായിട്ടില്ല. ഫ്രണ്ടിലുള്ള ഒരു അപ്സൈഡ് ഡൗൺ ഷോക്കിൽ നിന്നൊക്കെ കോർണറിങ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി കോർണറിങ് എടുക്കാൻ പറ്റും. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഒരു കോൺഫിഡൻസ് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നുണ്ട്. സോ സസ്പെൻഷൻ സെറ്റപ്പിൽ നെഗറ്റീവായിട്ട് പറയാനായിട്ടൊന്നുമില്ല. മേ ബി ഇറഗുലർ റോഡിലൂടെ കണ്ടിന്യൂസ് ഡ്രൈവ് വരുന്നൊരു വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. സിറ്റി ഡ്രൈവും അല്ലെങ്കിൽ ഹൈവേ ഡ്രൈവ് മാത്രമുള്ളൊരു വ്യക്തിക്ക് ഒട്ടും തന്നെ ഇതൊരു നെഗറ്റീവ് കമൻറ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നാലാമത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് തന്നെയാണ്. ഡ്യുവൽ ചാനൽ ABSും ഡ്യുവൽ ഡിസ്ക് ബ്രേക്കും ഡോമിനർ 250ൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ബ്രേക്കിംഗ് ആണ്. ABSൻ്റെ ആ ഒരു വർക്കിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ നിന്ന് പോലും നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഒട്ടും തന്നെ ഡയറക്ഷനിൽ മാറ്റമോ അല്ലെങ്കിൽ സ്കിഡിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബാലൻസ് പോകുന്ന ഫീലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ടൊരു ഫീലിംഗ് കൂടി കിട്ടുന്നുണ്ട്. നല്ല ബ്രേക്കിംഗ് തന്നെയാണ് ഡോമിനർ 250ക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വൈബ്രേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇനിഷ്യലി ഈ ഒരു വണ്ടി എടുത്ത സമയത്ത് നല്ല രീതിയിൽ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്തു. ഹാൻഡിലും അതുപോലെ തന്നെ സീറ്റ്സിലും ഫുഡ് പാക്സിലും ഒക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്തു. പക്ഷേ പിന്നെ മനസ്സിലായി ഞാൻ ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. കൂടുതലും ടോപ്പ് ഗിയറിൽ ഒരു മിനിമം RPMൽ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു എഞ്ചിൻ അല്ല ഇത്. ഇത് തികച്ചും ഒരു ഹൈ സ്പീഡ് എഞ്ചിനാണ്. സോ ഒരു മിനിമം RPM കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്താൽ മാത്രമേ ആ ഒരു എഞ്ചിൻ കറക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്ക് ആ ഒരു സ്മൂത്ത് ഡ്രൈവ് കിട്ടത്തുള്ളൂ.
അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു രീതിയിൽ ഡ്രൈവ് ചെയ്ത് ഒരു 3000-4000 RPM മിനിമം കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും വൈബ്രേഷനൊക്കെ 0 ആണ് കേട്ടോ. അപ്പോൾ വൈബ്രേഷൻ നിങ്ങൾ ഫസ്റ്റ് ടൈം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങളത് ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഒരു 3000 എബോവ് RPM നിങ്ങൾ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വൈബ്രേഷൻ ഒന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല, വൈബ്രേഷൻ ഇല്ലയെന്ന് തന്നെ പറയാം. വളരെ ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ. ഡോമിനർ 400ൻ്റെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഫേസ് ലിഫ്റ്റഡ് വെർഷൻ തൊട്ട് തന്നെ നല്ല അടിപൊളി എക്സോസ്റ്റ് നോട്ടാണ് ബജാജ് നൽകിയിട്ടുള്ളത്. സെയിം സൗണ്ടാണ് ഡോമിനർ 250ക്കും ബജാജ് നൽകിയിട്ടുള്ളത്. സെയിം ആ ഒരു എക്സോസ്റ്റിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ്ലി ഡോമിനർ 250ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു 400cc അതേ സൗണ്ട് തന്നെ ഒരു 250ക്ക് നൽകുക എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആണ്. നല്ല അടിപൊളി ആ സെയിം ബാസ് ഉള്ള സൗണ്ട് തന്നെയാണ് ഡോമിനർ 250ക്ക് നൽകിയിട്ടുള്ളത്. ഇനി മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറൗണ്ട് 30-40 വരെ നമുക്ക് മാക്സിമം ക്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മൈലേജ് തികച്ചും വ്യക്തിപരമാണ് കേട്ടോ. ഓരോരോ വ്യക്തികൾ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ച് മൈലേജ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മൈലേജ് നോക്കി വണ്ടി എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് കേട്ടോ. മൈലേജ് നോക്കി വണ്ടി എടുത്ത് ഒരുപാട് മണ്ടത്തരത്തിൽ ചാടിയതാണ്. അതുകൊണ്ട് മൈലേജിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏത് വണ്ടി എടുത്താലും നമ്മൾ ഓടിക്കുന്ന അനുസരിച്ച് മൈലേജ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം ആവറേജ് ആയിട്ട് ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിളിൽ നിന്ന് നമുക്ക് മാക്സിമം ഒരു 30-40 റേഞ്ചിനകത്ത് തീർച്ചയായിട്ടും മൈലേജ് ക്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത്രയും പവർഫുൾ വണ്ടിയാണ്. അപ്പോൾ അതൊന്ന് 30-40 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ഫിഗർ തന്നെയാണ്. കാരണം 0 to 100 എന്ന് പറഞ്ഞാൽ 10.5 സെക്കൻഡ് കൊണ്ട് ക്ലോക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു പവർഫുൾ റിഫൈൻഡ് എഞ്ചിനാണ്. സോ മൈലേജ് 30-40 എനിവേ ഇറ്റ്സ് എ ഹെൽത്തി ഫിഗർ. ഇന്ന് നമുക്ക് ഡോമിനർ 250 റിവ്യൂ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തിരുന്നത് കഴക്കൂട്ടത്തുള്ള പൈനിയർ ബജാജിൽ നിന്നാണ്. അവരുടെ നമ്പർ കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡോമിനറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബജാജുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു ടീം പൈനിയർ ബജാജ് നമ്മൾക്ക് ഇന്ന് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തതിന്. അപ്പോൾ ഇന്ന് ഈ ഒരു ബജാജ് ഡോമിനർ 250 BS6നെ പറ്റി ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രവുമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാനലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്ക് മേടിക്കണമെന്നുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുക്കമാണ്. കാരണം നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും ഞങ്ങൾക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. സോ ഇനിയും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ എനിവേ ഹോപ്പ് യു ഹാവ് എൻജോയ് ദ വീഡിയോ ആൻഡ് ദിസ് ഈസ് ആനന്ദ് സൈനിങ് ഓഫ്. താങ്ക് യു.